വാർത്തയിലേക്ക്. പാലക്കാട് നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ഫാമിലെ വാച്ചർക്ക് മർദ്ദനം. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഫാമിലെ കുമാരൻ എന്ന വാച്ചർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. ഓറഞ്ച് ഫാമിലെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചവരാണ് വാച്ചറെ മർദ്ദിച്ചത്. ഗസ്റ്റ് ഹൌസിൽ നിന്നും രാത്രി 10 മണിയോടെ ഫാമിലേക്ക് ഇറങ്ങിയ സംഘത്തെ വാച്ചർ തടഞ്ഞിരുന്നു. ആനയും പുലിയും ഉൾപ്പെടെ വന്യജീവികൾ രാത്രി ഫാമിൽ ഇറങ്ങാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാത്രി സഞ്ചാരം അനുവദനീയമല്ലെന്നും പറഞ്ഞാണ് വാച്ചർ ഇവരെ തടഞ്ഞത്. ഇതിൽ പ്രകോപിതരായ സംഘം തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് വാച്ചർ കുമാരൻ പറഞ്ഞു. 10-11 മണിയായപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലുള്ള റോട്ടിൽ കൂടെ അവർ ബൈക്ക് എടുത്ത് ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട്, നിങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഈ സമയത്ത് എന്തിനാണ് പോകണത്, ഈ സമയത്ത് പോകാൻ പാടില്ല, ഉദ്യോഗസ്ഥന്മാർ ചീത്ത പറയുമ്പോൾ നീ ആരടാ, നിൻ്റെ പേരെന്താണ്, നീ ഏത് ജാതി, നിന്നെ ആരാ ഇവിടെ കൊണ്ടു നിർത്തി, നിന്നെയൊക്കെ ഞങ്ങൾക്ക് കുറേ അറിയാം, ഞങ്ങൾ പോലീസുകാരാണ്, ഞങ്ങളുടെ അടുത്തൊന്നും വലിയ കാര്യമൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അശ്രദ്ധയും പറഞ്ഞ് തെറി പറഞ്ഞ് ഇതാ ഒരു ചവിട്ട്, ഇവിടെ ഒരു അടി ഒരു ചവിട്ടും തന്നു, താഴെ പോണു. പിന്നെ റിട്ടേൺ വന്ന് അവർ രണ്ടുപേരും, വേറെ രണ്ടുപേരും വന്നു, 3 പേരും കൂടി ഒരുപ്പം അടിയായിരുന്നു. അത് വേണ്ടാത്ത മോശമായിട്ടുള്ള വാർത്തകളാണ് സംസാരിച്ചത്. ഞാൻ അവർ കഞ്ചാവ് അടിച്ചോ ഇനി ബ്രാൻഡി അടിച്ചോ എന്താണെന്നറിയില്ല, പക്ഷെ അവർ ഭയങ്കര മോശമായിട്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു വർത്തമാനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഇവർ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒരു പോലീസുകാരെങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? ഇത് എവിടുത്തെ ന്യായമാണിത്? അപ്പോൾ അത് കഴിഞ്ഞോ പിന്നെ നീ നെല്ലിയാമ്പതി വിട്ട് പോത്തുണ്ടി വാ, നിന്നെ ശരിയാക്കി തരാം, ഞാൻ ആരാന്ന് കാണിച്ചു തരാം എന്നൊക്കെയാണ് ഇവർ വർത്തമാനം പറയുന്നത്. ഇങ്ങനെ 3 പേരും ചേർന്ന് നല്ല അടിയടിച്ച് താഴെ ഉരുട്ടിയിട്ട് എൻ്റെ ഫോണൊക്കെ ചെറുതായി കുത്തി പൊട്ടി, ഒരുപാട് മോശമായിട്ട് രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയ ഫാമിലെ മറ്റു ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന വാച്ചറെ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് ജില്ലാശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സ തേടിയ ശേഷം കുമാരൻ ആശുപത്രി വിട്ട വിശ്രമത്തിലാണ്. മുഖത്തും കൈക്കും കാലിനും നെഞ്ചിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഫാം സൂപ്രണ്ട് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മർദ്ദിച്ചവർക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് ഫാമിലെ തൊഴിലാളികൾ ആരോപിച്ചു. കാരണം ഇന്നലെ ഈ പറയുന്ന പനയൻപാറയിലുള്ള ഈ സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന ആൾക്കാരില്ലെങ്കിൽ ഇന്നലെ ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ ഇന്ന് ജീവിച്ചിരിക്കില്ല. അതാണ് സാഹചര്യം. അങ്ങനത്തെ അവസ്ഥയിൽ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതായത് വേറെ പാർട്ടിയുടെ ഉന്നതർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഞങ്ങൾ മന്ത്രിതലത്തിൽ തൊട്ട് എല്ലാവരും, കളക്ടർ തൊട്ട് എല്ലാവരും അറിയിച്ചിട്ടുള്ള ഒരു വിഷയമാക്കിയിട്ട് ഞങ്ങളുടെ തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം അല്ലേ, തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മർദ്ദിച്ച സംഘത്തിലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരായതിനാൽ സംരക്ഷിക്കപ്പെടുകയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. സംഭവത്തിൽ അധികൃതർ നടപടിയെടുക്കാതായതോടെ ഫാമിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയുമുണ്ടായി. വാച്ചറെ മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഫാം ജീവനക്കാർക്കെതിരെ നിരന്തരമുണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തന്നെ രംഗത്തുണ്ടാവുമെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞു. ഇതിന് ഉദ്യോഗസ്ഥന്മാർ ഒരു തീരുമാനം കർശനമായിട്ട് എടുത്തില്ലെങ്കിൽ നൈറ്റ് വാച്ചർമാർ നിൽക്കണോ ഇല്ലയോ എന്നുള്ളത് തൊഴിലാളികൾ പരിശോധിക്കുന്നു. നിൽക്കാനുള്ള തീരുമാനം പരിശോധിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് അഭിപ്രായം? ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇത് ഇന്നലെ ഇവരെത്തിയില്ലെങ്കിൽ ഈ കുമാരൻ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ടാവും. അതിന് തർക്കമില്ല. അതേസമയം പറമ്പിക്കുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബൈജു, ഇയാളുടെ സഹോദരനും കല്ലേക്കാട് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ ലൈജു, ഇരുവരുടെയും സുഹൃത്ത് മൃദുൽ എന്നിവർക്കെതിരെ പാടഗിരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. UTV ന്യൂസ്, പാലക്കാട്.